എൻ്റെ പേര് ബിൻസി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഏപ്രിലാണ്. ഞങ്ങൾക്ക് 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടും, വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നിയോഗം പോലെയാണ്, ഒരു നിമിത്തം പോലെയാണ് ഞങ്ങളിവിടെ എത്തിയത് കൃപാസനത്തിൽ. അന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ അമ്മയോട് ഒരു കാര്യമേ പറഞ്ഞിരുന്നുള്ളൂ, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കൊരു സൂചനയെങ്കിലും തന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഏപ്രിലിൽ വരുമ്പോൾ ഞാൻ ജൂൺ 30 എന്നൊരു ഡേറ്റാണ് അമ്മയോട് പറഞ്ഞത്. ഞാൻ ആ ഉടമ്പടി ആ നിയോഗം എഴുതിയതിൻ്റെ പേപ്പറിൻ്റെ പുറകിൽ ഞാനൊരു ഡേറ്റ് ഇട്ട് വച്ചിരുന്നു. മെയ് 29 ഞാൻ UPT ചെയ്തു. അത് പോസിറ്റീവായി കാണിച്ചു. അന്ന് ഒരുപാട് സന്തോഷം തോന്നി. മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. സ്കാൻ ചെയ്തു, ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കൂടി കഴിഞ്ഞ് വരാൻ പറഞ്ഞു, ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹാർട്ട് ബീറ്റ് 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടി ചെല്ലുമ്പോൾ പിന്നെയും പറഞ്ഞത് വളർച്ച നിന്നുപോയി, ഹാർട്ട് ബീറ്റും കാണുന്നില്ല, ഇത് നമുക്ക് MTP ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. എനിക്ക് ഒരാഴ്ചത്തെ സമയം തന്നു. ഇത് ഇനി നീട്ടിക്കൊണ്ട് പോകണ്ട, ഇതെന്തായാലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ, എന്നാണ് വരാൻ പറ്റുന്നതെന്നുള്ള ഡേറ്റ് പറയാനാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെയും പ്രാർത്ഥനയിലായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി, ഇത് കളഞ്ഞു പോയല്ലോ എന്നോർത്ത്. അങ്ങനെ അടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റിൽ ഒന്നുകൂടി UPT ചെയ്തപ്പോൾ അതും പോസിറ്റീവായി കാണിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു, ഇതും ഇനി എങ്ങനെ ആയിരിക്കുമെന്ന്. അന്ന് ഡോക്ടറിനെ കുറച്ചുകൂടെ ലേറ്റായാണ് ഞങ്ങൾ കൺസൾട്ട് ചെയ്യാൻ പോയത്. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ട്വിൻസ് ആണെന്നാണ്. അന്ന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. പുറത്തിറങ്ങി ഞാൻ ഒത്തിരി സന്തോഷത്തോടെ വെളിയിറങ്ങിയപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, ട്വിൻസാണ്, അത് നീ വെളിയിറങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്ന് എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഞാൻ നേഴ്സാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോയി. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോയി ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ എന്തോ ബ്ലീഡിങ് പോലെ തോന്നി. എൻ്റെ സൂപ്പർവൈസർ എന്നെ പെട്ടെന്ന്, ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്തു നിന്നാണ് എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയെന്ന് ഞാൻ അവിടെ അപ്പം തന്നെ ഞാൻ അവരുടെ അടുത്തെല്ലാം പറഞ്ഞിരുന്നു. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ബ്ലീഡിങ് പോലെ വന്നത്. അപ്പോൾ സിസ്റ്റർ എന്നെ പെട്ടെന്ന് വീൽ ചെയറിലിരുത്തി എന്നെ OPയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് വെച്ച് താമസിപ്പിക്കേണ്ട. അങ്ങനെ എന്നെ എമർജൻസി ആയിട്ട് സ്കാനിങ്ങിന് കയറ്റിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, എത്ര കുഞ്ഞുങ്ങളാണെന്നാണ് നിങ്ങളോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു 2 പേരാണെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോഴേ അവരോട് പറഞ്ഞു ട്വിൻസാണ്, ബ്ലീഡിങ് ആയിട്ട് ഇപ്പോൾ കാണുന്നു. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു 2 പേരല്ല 3 പേരാണെന്ന്. ഹസ്ബൻഡും എൻ്റെ അനിയനും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സെക്യൂരിറ്റീസായിട്ട്. അപ്പോൾ തന്നെ അവരും അവിടെ വന്നു. പുറത്ത് ഞാൻ ഇറങ്ങുമ്പോൾ അനിയൻ കരയാണ്, അവൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നു. ഞാൻ വെളിയിറങ്ങിയിട്ട് ഇവർ 2 പേർക്കും പറഞ്ഞു 2 പേരല്ല 3 പേരാണെന്ന്. അപ്പോൾ അവരെല്ലാം നല്ല സന്തോഷത്തിലായി. ഞങ്ങൾ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. ഞങ്ങൾക്കിങ്ങനെ ഒരു അനുഗ്രഹം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഒന്നേ ചോദിച്ചുള്ളൂ, പക്ഷേ എനിക്ക് 3 പേരെ തന്നു. അങ്ങനെ ഓരോ സ്കാനിങ്ങിൻ്റെ സമയത്തും ഓരോരോ പ്രശ്നങ്ങൾ ഡോക്ടേഴ്സ് പറയും. NT സ്കാൻ ചെയ്തു, അതിൽ നേസൽ ബോൺ കണ്ടില്ല 3 പേർക്കും. അങ്ങനെ 5ാമത്തെ മാസം വരെ നേസൽ ബോൺ വന്നില്ല. അങ്ങനെ ഡൗൺ സിൻഡ്രോം ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായിരുന്നു. ആ സമയം മൊത്തം ഞാൻ ഒത്തിരി ടെൻഷൻ അനുഭവിച്ചു. ഇതിൻ്റെ പേരിൽ ഓരോ സ്കാൻ ചെയ്യുമ്പോഴും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്, പിന്നെ 3 പേരുടെയും സ്കാനിങ് ചെയ്യുന്നതോടെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നു. പക്ഷേ സ്കാനിങ്ങിൻ്റെ സമയമാകുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കയ്യിൽ മാതാവ് കാശ് കൊണ്ട് എത്തിക്കുമായിരുന്നു. അങ്ങനെ ഒരു മുടക്കം കൂടാതെ എല്ലാ സ്കാനിങ്ങും ചെയ്തു. ഓരോ തവണ ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോഴും ഡോക്ടർ അഡ്മിറ്റാകാം, ഷുഗർ കൂടുതലാണ് അങ്ങനെ പറയും. ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. 2 ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിൻ്റെ കൂടെ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഡയബറ്റീസും ഉണ്ടായിരുന്നു. ആദ്യം 12ാമത്തെ മാസത്തിൽ 12ാമത്തെ ആഴ്ചയിൽ ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് 3 പേരെയും കൂടി ഒരുമിച്ച്
നിങ്ങളുടെ യൂട്രസിന് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. PCOD ഉണ്ടായിരുന്നതുകൊണ്ട്, ഹോർമോണിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പാടായിരിക്കും. ചിലപ്പോൾ 3 പേരും ഒരുപോലെ അങ്ങ് പോവും, അബോഷനായി പോവും. അങ്ങനെ ഒരാളെ റെഡ്യൂസ് ചെയ്യണം, അങ്ങനെ എറണാകുളത്തുള്ള സബൈൻ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ എനിക്ക് എഴുതി തന്നു. അപ്പോൾ ഞാനത് എഴുതിക്കൊണ്ട് ഇറങ്ങുമ്പോഴേക്കും ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഹസ്ബൻഡും ഒരു സംശയത്തിലായി, ഇനി അങ്ങനെ പോകുമോ, ഞങ്ങൾക്ക് അവരെ 3 പേരെ നഷ്ടമാകുമോ. പിന്നെ ഉടമ്പടി തൈലം ഇട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവിനോട്. മാതാവ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിരുന്നിട്ട് പിന്നെ ആലോചിച്ചു, എന്തായാലും ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി ആ ഹോസ്പിറ്റലിലോട്ട് എങ്ങനെ പോകും. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അത് അവരുടെ ഹോസ്പിറ്റലിലോട്ട് ഇനി പോകുന്നില്ല, ഇനി അവർ പറയുന്ന പോലെ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവരെ 3 പേരെ ഞങ്ങൾക്ക് നല്ല ആരോഗ്യവാന്മാരായിട്ട് ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നും രാത്രിയിൽ. അങ്ങനെ 28ാമത്തെ ആഴ്ചയിൽ ആണ് ഡോക്ടർ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പം അത് 28ാമത്തെ ആഴ്ചയിൽ സ്കാൻ ചെയ്ത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, അവർക്ക് ഒരു കുഴപ്പവും ഇല്ല, കണ്ടിന്യൂ ചെയ്ത് പോകാം, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. 34ാമത്തെ ആഴ്ച വരെ നമുക്ക് നോക്കാം, 35 ആഴ്ച വരെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 34ാമത്തെ ആഴ്ചയിൽ സിസേറിയൻ ചെയ്തു. 3 പേർക്കും ഒരു കുഴപ്പവും ഇല്ല. ഇപ്പോൾ അവർക്ക് 8 മാസമായി, ഒരു കുഴപ്പവും ഇല്ല. നേസൽ ബോൺ ഇല്ല എന്ന് ആദ്യം പറഞ്ഞു, ഡൗൺ സിൻഡ്രോം ആകും എന്നൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഒരു കുഴപ്പമില്ലാതെ മാതാവ് ഞങ്ങൾക്ക് തന്നു. മാതാവിന് 1000 നന്ദി പറയുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ, നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും, ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ. നിന്റെ ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും, അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെ ആയിരിക്കും. തങ്ങൾക്ക് ഒരു കുഞ്ഞിന് പകരം 3 കുഞ്ഞുങ്ങളെ ലഭിച്ച അനുഭവ സാക്ഷ്യം, അതും എത്രമാത്രം റിസ്കി ആയിരുന്നു ഓരോ കാര്യത്തിലും നാം ഇവിടെ പറഞ്ഞു കേട്ടു. അപ്പോൾ കുഞ്ഞുങ്ങൾ തങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് തങ്ങൾക്കുള്ള ആ ഒരു സന്തോഷം ഇവിടെ വന്ന് ഈ മക്കൾ പങ്കുവയ്ക്കുകയാണ്. വരുന്ന ദുരിതങ്ങളെല്ലാം അത് ഒഴുകിപ്പോയ ജലം പോലെയേ ഇപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് അനുഭവപ്പെട്ട് ഉടമ്പടിയെടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ആയിരുന്ന ആ ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഉടമ്പടി എങ്ങനെ തങ്ങൾക്ക് ശക്തി നൽകി. ഇന്ന് കുഞ്ഞുങ്ങളുമൊത്ത് ഇവിടെ വന്ന് നിന്ന് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.